നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോമെട്രി, തെർമോഡൈനാമിക്സിനും തെർമോമെട്രി ഒരുമിച്ച് പഠിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ, പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോവാം. നോക്കിക്കോ. തെർമോഡൈനാമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ടെമ്പറേച്ചർ സ്കെയിൽ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം അല്ലെ. ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒക്കെ മെഷർ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ദ ടെമ്പറേച്ചർ ഓൺ one scale can be converted to a second. Can be converted to, നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ് പറയുന്നില്ല, converted to another scale. ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ജനറൽ ഫോർമുല ഉണ്ട്. എന്താ? റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. ഇതെന്താ? ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. ഓരോന്നിലും അപ്പർ ഫിക്സഡ് പോയിന്റും ലോവർ ഫിക്സഡ് പോയിന്റും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതായത് കെൽവിൻ സ്കെയിൽ ആയാലും സെൽഷ്യസ് സ്കെയിൽ എടുത്താലും ഫാരൻഹീറ്റ് സ്കെയിൽ എടുത്താലും ഒക്കെ എന്താണ്? അപ്പർ സ്കെയിലും ലോവർ സ്കെയിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ജനറൽ ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താ ജനറൽ ഇക്വേഷൻ? ഏതാണ്? റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. ഇപ്പൊ നമുക്കറിയാം സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? സെൽഷ്യസ് സ്കെയിലിൽ നമുക്ക് ഏത് വാല്യൂ ആണോ റീഡ് ചെയ്തിരിക്കുന്ന ആ റീഡിങ്ങിന് സി എന്ന് കൊടുക്കാം. അപ്പൊ സി മൈനസ് സെൽഷ്യസ് സ്കെയിലിലെ ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 100. അപ്പർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് 100 ആണ്. 100 മൈനസ് 0 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഓരോന്നും ഡിറൈവ് ചെയ്തുകൊണ്ട് വരുന്നത്. സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഫാരൻഹീറ്റിൽ നിന്ന് എന്താണ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചിരുന്നാൽ മതി. റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സി മൈനസ് 0 ബൈ 100 മൈനസ് 0 ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഹോൾ ഡിവൈഡഡ് ബൈ അവിടുത്തെ അപ്പർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് 212 ആണ് ഫാരൻഹീറ്റ് സ്കെയിലിലെ. ഓക്കെ, മൈനസ് 32 which is equal to K minus 273.15 മൈനസ് എന്തായിരിക്കും? ഇതെല്ലാം എങ്ങനെയാ? വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ഇത്. ഐസ് അതായത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റും ഇത് ഫ്രീസിംഗ് പോയിന്റും. ഇവിടെയും ബോയിലിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ്. ഇവിടെയും വരേണ്ട ബോയിലിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ്. 373.15 മൈനസ് 273.15. ചില കേസിൽ നമ്മൾ എന്ത് മാത്രമേ എടുക്കാറുള്ളൂ? 273 മാത്രം ഇട്ട് ചെയ്യാറുണ്ട്. ഓക്കെ ആണേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് തെർമോമെട്രിയിൽ പഠിക്കുന്ന തെർമൽ എക്സ്പാൻഷനെ പറ്റി പറയുന്നുണ്ട്. തെർമൽ എക്സ്പാൻഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റീസ് ഏതാ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരുന്ന് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? Yes. Coefficient of linear expansion എന്താ പറയുന്നത്? ആൽഫ is equal to delta L by L into delta T. Coefficient of linear expansion alpha is equal to delta L into L by delta L divided by L into delta T. ഇത് L എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? L എന്താ? റിയൽ ലെങ്ത്. L എന്ന് പറയുന്നത് റിയൽ ലെങ്ത് ആണ്. പിന്നെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ചേഞ്ച് ഇൻ ലെന്ത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെന്ത്. പിന്നെയോ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓർമ്മയുണ്ടായിരുന്നു ഇതൊക്കെ? പ്ലസ് 1 പഠിച്ചതൊക്കെ. ഇനി സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഏരിയൽ എക്സ്പാൻഷൻ ആണെങ്കിൽ എങ്ങനെ വരും?
കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ നമുക്ക് ബീറ്റ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. അവിടെ ലെന്ത് ആണെങ്കിൽ ഇവിടെ ഏരിയ, അത്രേ ഉള്ളൂ. ബീറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എന്താ? സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ബീറ്റ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ്. നിങ്ങൾക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. നോക്ക്, ഡെൽറ്റ എ എന്താന്ന് നിങ്ങൾക്ക് അറിയാം, ചേഞ്ച് ഇൻ ഏരിയ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ ഏരിയ. ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണെങ്കിൽ, വോളിയം എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അവിടെ ഗാമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇതെല്ലാം ഞാൻ എന്തിന്റെ കേസിലാണ് പറയുന്നത് അറിയോ? സോളിഡ്സിന്റെ കേസിലാണ് ആദ്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതെല്ലാം സോളിഡ്സിന്റെ കേസിലാണ്. സോളിഡ്സിനാണ് ലീനിയർ എക്സ്പാൻഷനും ഒക്കെ ഉണ്ടാവുന്നത്. ലിക്വിഡ്സിനും ഗ്യാസിനും ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പൊ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ഒക്കെ ഉണ്ടാവുന്നത് ആർക്കാണ്? സോളിഡ്സിനാണ്. അപ്പൊ എന്താ നോക്കിയേ, ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഇൻറ്റു ആണ്, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഗാമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ ആണേ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് കേട്ടോ. ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു 1:2:3. ഇതാണ് എന്ത്? റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ഗാമ. ആൽഫ ബീറ്റ ഗാമ ഈ മൂന്ന് ടേംസ് തമ്മിലുള്ള റിലേഷൻ ആണ്. അവരുടെ റേഷ്യോ 1:2:3 ആയിരിക്കും. അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ എന്ന് കിട്ടും, ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണേ? ഇത്ര ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, നോക്കിയേ. ഇനി എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സ് ആവുമ്പോൾ എന്ത് എക്സ്പാൻഷനെ വരത്തുള്ളൂ? വോളിയം എക്സ്പാൻഷൻ എടുത്താൽ മതി. ലിക്വിഡ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, ലിക്വിഡ്സിന്റെ കേസിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വെസലില് ലിക്വിഡ് എടുത്തിരിക്കാം. ഓക്കെ, ഒരു വെസലിൽ ലിക്വിഡ് എടുത്തു. ലിക്വിഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അതിന് എക്സ്പാൻഷൻ ഉണ്ടാവും. ആദ്യം എന്ത് സംഭവിക്കും അറിയോ? ഇതൊരു സോളിഡ് വെസലിലല്ല ഇരിക്കുന്നത്. ആ വെസൽ എക്സ്പാൻഡ് ചെയ്യും. മനസ്സിലാവുന്നോ? വെസൽ എക്സ്പാൻഡ് ചെയ്യും. ഞാൻ ഫിഗർ വരച്ചിട്ട് അങ്ങ് മായിച്ചേക്കാം കേട്ടോ. നിങ്ങൾ അത് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഫിഗർ മായിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിയേ, ഇതാ ഇവിടെ വരെയാണ് ലിക്വിഡ് ലെവൽ ഉള്ളതെന്ന് വെച്ചു. ഞാൻ ഇവിടെ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യും. കണ്ടോ? ഇവിടുത്തെ വോളിയം എക്സ്പാൻഡ് ചെയ്താൽ വാട്ടർ ലെവൽ കുറച്ചുകൂടെ താഴോട്ട് വരത്തല്ലേ ഉള്ളൂ. മനസ്സിലാവുന്നോ? വീണ്ടും നമ്മൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും ലിക്വിഡിന്റെ കേസിലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. മനസ്സിലായോ? അതായത് ഇതിനൊരു ഒറിജിനൽ എക്സ്പാൻഷനും വരുന്നുണ്ട്, ഒരു അപ്പാരന്റ് എക്സ്പാൻഷനും വരുന്നുണ്ട്. മനസ്സിലാവുന്നോ? ഒറിജിനൽ എക്സ്പാൻഷനും ഉണ്ട്, അപ്പാരന്റ് എക്സ്പാൻഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ രണ്ട് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് കോഎഫിഷ്യന്റ് ഓഫ് അപ്പാരന്റ് എക്സ്പാൻഷൻ. ഇവിടെ വോളിയം എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് അപ്പാരന്റ് എക്സ്പാൻഷൻ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ എന്നാൽ സൂചിപ്പിക്കാറ് അല്ലെ. അപ്പൊ ഇവിടെ ഗാമ എ എന്ന് കൊടുക്കാം. കോഎഫിഷ്യന്റ് ഓഫ് അപ്പാരന്റ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്. apparent expansion of liquid. Okay, അപ്പൊ ഗാമ എ ഇസ് ഈക്വൽ ടു apparent increase in volume
divided by original volume into rise in temperature. ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് നമ്മൾ ഗാമ എ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ വരും? അപ്പാരന്റ് ഇൻക്രീസ് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇനി നമുക്ക് റിയൽ എക്സ്പാൻഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ റിയൽ എക്സ്പാൻഷൻ ആകുമ്പോൾ നമ്മൾ അതിനെ എന്തെടുക്കാം? റിയൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്. ഗാമ ആർ ഇസ് ഈക്വൽ ടു റിയൽ എക്സ്പാൻഷൻ ബൈ എന്തായിരിക്കും? പി ഇൻറ്റു ഒറിജിനൽ വോളിയം ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇനി ഗാമ വി എന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വോളിയത്തിന് വെസലിന് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞില്ലേ? ആദ്യം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വെസൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ വെസൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനൊരു അപ്പാരന്റ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് ലിക്വിഡിന്റെ കേസിൽ. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ റിയൽ എക്സ്പാൻഷൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശരിക്കും അതിന്റെ ഇടയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഈ വെസൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഈ ഒരു അപ്പാരന്റ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വെസലിനുണ്ടാവുന്ന എക്സ്പാൻഷൻ നമുക്ക് ഗാമ വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിലൊരു റിലേഷൻ, ഇവർ മൂന്നുപേരും കൂടെ, അതായത് ഗാമ ആർ ഗാമ വി, എനിക്ക് ഇതങ്ങനെ എഴുതിക്കോട്ടെ. ഗാമ വി എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് വെസൽ. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് വെസൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഇവിടെ റിലേഷൻ ഉണ്ട്. ഗാമ ആർ ഈസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ഗാമ വി. ഓക്കെ ആണേ? ഗാമ ആർ ഇസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ഗാമ വി. ഇനി ഇത് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗാമ ആർ എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ. ഗാമ എ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് അപ്പാരന്റ് എക്സ്പാൻഷൻ പ്ലസ് ഗാമ വി എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് വെസൽ. കേട്ടോ? ക്ലിയർ ആണേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ആർക്കും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നൊരു കേസ് ഉണ്ട്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ കേസിൽ നമുക്കറിയാം, വാട്ടർ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? നമ്മള് സാധാരണ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം എന്ത് ചെയ്യാ? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, ചാൾസ് ലോ. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ചാൾസ് ലോയിൽ, അല്ലെ? ചാൾസ് ലോ പ്രകാരം. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ പക്ഷെ വെള്ളത്തിനൊരു കേസ് ഉണ്ട്. വാട്ടറിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്നും 4 ഡിഗ്രിയിലേക്ക് നമ്മൾ റൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും, എന്നിട്ട് മിനിമത്തിൽ പോകും. 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴത്തേക്ക് അങ്ങ് മിനിമത്തിൽ പോകും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. കേട്ടോ? ഫസ്റ്റ് ഡിക്രീസ് ബിക്കംസ് മിനിമം ആൻഡ് ദെൻ ഇൻക്രീസസ്. എന്നിട്ട് കൂടാൻ തുടങ്ങും. ഓക്കെ ആണോ? ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്യാസസിലുള്ള തെർമൽ എക്സ്പാൻഷൻസ്. ഗ്യാസിലും എന്തായിരിക്കും? വോളിയം കൊണ്ടുള്ള എക്സ്പാൻഷൻ ഉണ്ടാവും, അല്ലെ? നോക്കിയേ, ഗ്യാസസിലുള്ള തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. അവിടെ വോളിയം കോഎഫിഷ്യന്റ് എങ്ങനെ വരും? ഇതേപോലെ തന്നെ. ഓക്കെ, വോളിയം കോഎഫിഷ്യന്റ് ഗാമ വി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം V2 മൈനസ് V1 ബൈ V0 ഇൻറ്റു T2 മൈനസ് T1 എന്ന് വരും.
ഓക്കെ, ഗാമ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇൻ ഗ്യാസ് ആണ്. V0 എന്ന് പറയുമ്പോൾ എന്താ 0 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം ആണ് V0. V1 V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് T1 ഡിഗ്രി സെൽഷ്യസിലെയും T2 ഡിഗ്രി സെൽഷ്യസിലെയും വോളിയം ആണ് V1 ഉം V2. ഓക്കെ ആണേ. V0 is the volume at 0 degree Celsius. ഓക്കെ, V1 ഉം V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോളിയം അറ്റ് ടൈം T1, ടൈം അല്ല ടെമ്പറേച്ചർ T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. ഇനി പ്രഷർ എക്സ്പാൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ തന്നെ പ്രഷറിന്റെ ടേംസിലോട്ട് എഴുതിയാൽ മതി. ഗാമ പി ഇസ് ഈക്വൽ ടു P2 മൈനസ് P1 ബൈ P0 ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ ആണേ. ഓക്കെ, ഇനി സ്പെസിഫിക് ഹീറ്റ് പഠിക്കാനുണ്ട് അതിനകത്ത് അല്ലെ. ചാപ്റ്റർ നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാപ്റ്റേഴ്സും കൂടെ ചേർത്താണ് ഈ പറയുന്നത് കേട്ടോ. തിയറീസെ പ്രോബ്ലം ചെയ്യാനും അത്യാവശ്യം തിയറിക്കുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എത്രയാ 4200 ജൂൾ കിലോഗ്രാം പെർ സെൽഷ്യസ്. ഇതിന് കലോറിയിലേക്ക് മാറ്റുവാണെങ്കിൽ 1 കലോറി ആണ് കേട്ടോ. 1 കലോറി പെർ ഗ്രാം പെർ സെൽഷ്യസ് ആണ്. ഇനി ഇത് 4200 എന്നുള്ളത് എക്സാക്ട് വാല്യൂ 4184 ആണ്. 4184 ആ. ചില പ്രോബ്ലത്തിൽ നമുക്ക് 4184 തന്നെ ഇട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ചിലയിടത്ത് അപ്രോക്സിമേഷൻ നമ്മൾ 4200 ഇട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് മേയേഴ്സ് റിലേഷൻ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. മേയേഴ്സ് റിലേഷൻ അറിയാലോ, എന്താ R is equal to Cp minus Cv. അതുപോലെ ഗാമ is equal to Cp by Cv. പിന്നെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, Q is equal to mc into delta T അല്ലെ. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ എന്താണ് ലിക്വിഡ്, മാസ്. C എന്ന് പറഞ്ഞ സ്പെസിഫിക് കപ്പാസിറ്റി, ഡെൽറ്റ T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, M മാസ്, C സ്പെസിഫിക് കപ്പാസിറ്റി, ഡെൽറ്റ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ ആണേ. ഇനി നമുക്ക് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തെടുത്താൽ മതി, Q is equal to mc എന്ന് കൊടുത്താൽ മതി. ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി അതായത് ഡെൽറ്റ T is equal to 1 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന കേസ്, 1 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന കേസ്. ഓക്കെ, ഇനി ലേറ്റന്റ് ഹീറ്റുമായിട്ട് ഡിനോട്ട് ചെയ്ത ഈക്വേഷൻ എങ്ങനെ മാറും, ഇത് സ്പെസിഫിക് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് Q is equal to mc തീറ്റ എന്ന് പറയുന്നത്. ലേറ്റന്റ് ഹീറ്റുമായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ എന്ത് വരും, ലേറ്റന്റ് ഹീറ്റ് Q is equal to m into ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനോ ലേറ്റന്റ് ഹീറ്റ് ആൻഡ് വേപ്പറൈസേഷനോ ആവാം. L എന്ന് പറയുന്നത് LV എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. F ആണെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എത്ര, LV. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്
2260 കിലോ ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ, സോറി, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ നമുക്ക് കലോറിയുടെ ടേംസിലോട്ട് പറയുകയാണെങ്കിൽ 540 കലോറി ബൈ ഗ്രാം ആണ്. ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാണ് തന്നിരിക്കുന്നത് നോക്കാം. കിലോ ജൂൾ പെർ കെൽവിനിലിട്ട് അതിലിട്ട് ചെയ്യാനാണ് പ്രോബ്ലം എങ്കിൽ ഈ വാല്യൂ ആണ് എഴുതേണ്ടത്. ഓക്കെ, കലോറി ബൈ ഗ്രാം ആണെങ്കിൽ നമ്മൾ 540 കലോറി ബൈ ഗ്രാം വിട്ട് ചെയ്യണം. ഇനി മോളിലാണ് തന്നിരിക്കുന്നെങ്കിൽ മോൾ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, മോളിലാണ് എത്ര മോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ 40.8 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ ആണോ? ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 80 കലോറി ബൈ ഗ്രാം ആണ്, 80 കലോറി ബൈ ഗ്രാം ആണ്, which is equal to 60 kilojoule per mole, which is equal to 336 kilojoule per kilogram. ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പ്രോബ്ലം സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഇതിനകത്ത് പഠിക്കാറുണ്ട്. കലോറിമെട്രി പറയുന്നത് എന്താണ്? പിന്നെ നമ്മളൊരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് രണ്ടിന്റെയും കൂടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നവരെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതും കൂടെ നോക്കി വെച്ചു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, ഇച്ചിരി എഴുതിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയാ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ ആണേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ രണ്ട് ചാപ്റ്ററിലും കൂടെ ചേർത്ത് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട തിയറി എന്ന് പറയുന്നത്. തിയറി അല്ല, ശരിക്കും പ്രോബ്ലത്തിന് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻസും അതിനുള്ള ഐഡിയാസും ആണ് ഈ പറഞ്ഞതല്ല. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായല്ല?